ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടു റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഡയോഡായിരുന്നു. ഇവിടെ ഡയോഡിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇലക്ട്രോണിക് കമ്പോണൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റേഴ്സ്. സോ ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതിന് മുമ്പ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്യാത്ത സെമി കണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സെമി കണ്ടക്ടറാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പി ടൈപ്പും എൻ ടൈപ്പും. ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഗാലിയം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഇനി പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ആർസെനിക്കും ആൻറ്റിമണിയും എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ഇതാണ് രണ്ട് ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇതിൽ ഒരു പി ടൈപ്പിനെയും ഒരു എൻ ടൈപ്പിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ 3 എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൊരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ 2 എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നു. സോ ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ട്രാൻസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ഇൻ വിച്ച് a type of extrinsic semiconductor is sandwiched between a pair of opposite types of extrinsic semiconductors. ചിത്രത്തിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ 2 പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനെയാണ് പി എൻ പി ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ എ പെയർ ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, ഇറ്റ് ഈസ് നോൺ ആസ് പി എൻ പി ട്രാൻസിസ്റ്റർ. ഇനി 2 എൻ ടൈപ്പിൻ്റെ ഇടയിൽ ഒരു പി ടൈപ്പാണ് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ഇഫ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ എ പെയർ ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, ഇറ്റ് ഈസ് നോൺ ആസ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. സോ transistors are classified into PNP and NPN transistor. ഇനി നമ്മൾ പഠിച്ചു ഡയോഡിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ റെക്ടിഫിക്കേഷനാണ്. അതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷനാണ്. ആംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു വീക്ക് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. That is, increasing the strength or amplitude of a weak signal is known as amplification. നമ്മൾ കണ്ടു ഡയോഡിന് 2 ടെർമിനൽസാണ് ഉണ്ടായിരുന്നത്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ 3 terminals are there. ഇവിടെ 3 ടെർമിനൽസാണ് ഉള്ളത്. So transistor is a 3-terminal device and these terminals are named as emitter, base, collector. ഇതിൽ എമിറ്ററിനെ ഇ എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം, ബേസിനെ ബി എന്ന് വെച്ചിട്ടും കളക്ടറിനെ സി എന്ന് വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാം. ഇനി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഒരു ജംഗ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നൊരു ട്രാൻസിസ്റ്ററിൽ നമുക്ക് 2 ജംഗ്ഷൻ കാണാം. ദാറ്റ് ഈസ് എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിൽ ഒരു ജംഗ്ഷൻ കാണാം. അതുപോലെ തന്നെ കളക്ടറിൻ്റെയും ബേസിൻ്റെയും ഇടയിലും ഒരു ജംഗ്ഷൻ കാണാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് 2 ജംഗ്ഷനുള്ള ട്രാൻസിസ്റ്ററുകളെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് പഠിക്കുന്നത്. ഈ ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ 2 പൊളാരിറ്റിയുള്ള ചാർജ് കാരിയേഴ്സും ഇതിനകത്തുണ്ട്. ദാറ്റ് ഈസ് പിയിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും എന്നിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും ആണ്. സോ 2 പൊളാരിറ്റിയിലുള്ള ചാർജ് കാരിയേഴ്സാണ്. ഇതിനെ ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്നും വിളിക്കാം. ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റർ ക്യാൻ ബി കോൾഡ് ആസ് ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓർ ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഇനി ഈ 2 ടൈപ്പ് ട്രാൻസിസ്റ്ററുകളിലും ടെർമിനൽസ് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കുക.
എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ എന്നീ ടെർമിനൽസ് ഈ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിലുള്ള ജംഗ്ഷനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നു. അതുപോലെ ബേസിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിലുള്ള ജംഗ്ഷനെ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്നും പറയുന്നു. ഒരു ട്രാൻസിസ്റ്ററിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലായിരിക്കും. സെക്കൻഡ് ജംഗ്ഷനായിട്ടുള്ള കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലും ആയിരിക്കും. സോ ഇൻ എ ട്രാൻസിസ്റ്റർ എമിറ്റർ ബേസ് ജംഗ്ഷൻ വിൽ ആൾവേസ് ബി ഇൻ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആൻഡ് base collector junction will always be in reverse biased condition. We know that in forward biased condition forward resistance will be low and in reverse biased condition നമുക്കറിയാം അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. that is forward resistance will be high. So in emitter base junction forward resistance will be low and in കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് റെസിസ്റ്റൻസ് ഈസ് ഹൈ. ഇതൊക്കെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് എമിറ്റർ ബേസ് ജംഗ്ഷനെ എങ്ങനെയാണ് ഫോർവേഡ് ബയസ് ചെയ്യേണ്ടതെന്നും ബേസ് കളക്ടർ ജംഗ്ഷനെ എങ്ങനെയാണ് റിവേഴ്സ് ബയസ് ചെയ്യേണ്ടതെന്നും നോക്കാം. ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യുക. എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുക. Emitter base junction is also known as emitter base diode and collector base junction is also known as collector base diode. ഇവിടെ എമിറ്റർ P ടൈപ്പ് സെമി കണ്ടക്ടറാണ്, ബേസ് N ടൈപ്പ് സെമി കണ്ടക്ടറാണെന്ന് നമുക്കറിയാം. P ടൈപ്പിലെ ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്, അതുപോലെ N ടൈപ്പിലെ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. സോ ഇവിടെ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആയതുകൊണ്ട് പോസിറ്റീവിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ടെർമിനലിനെ നെഗറ്റീവായിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ബേസ് കളക്ടർ ജംഗ്ഷനിൽ പോസിറ്റീവിനെ ദാറ്റ് ഈസ് P ടൈപ്പിനെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും നെഗറ്റീവിനെ ദാറ്റ് ഈസ് N ടൈപ്പിനെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയാണ് NPN ട്രാൻസിസ്റ്ററിൻ്റെയും കാര്യം. ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ എമിറ്റർ ആകുന്ന N ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടും ബേസ് ആകുന്ന P ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ടും കണക്ട് ചെയ്യുക. സോ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ NPN ആയാലും PNP ആയാലും ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് ഓൾവേസ് റിവേഴ്സ് ബയസ്ഡ്. അത് മാറിപ്പോകരുത്. ഇനി ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിലൂടെയും എമിറ്ററിലൂടെയും കളക്ടറിലൂടെയും എല്ലാം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. എമിറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിനെയാണ് എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. അതിനെ IE എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ബേസിലൂടെ ഒഴുകുന്ന കറണ്ടാണ് ബേസ് കറണ്ട്, IB എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ കളക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടാണ് കളക്ടർ കറണ്ട്, അതിനെ IC എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഈ കറണ്ടിൻ്റെ എല്ലാ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഇനി നോക്കാം. ആദ്യം PNP ട്രാൻസിസ്റ്ററിൻ്റെ കാര്യത്തിൽ നോക്കാം. ഇതിൽ എമിറ്റർ P ടൈപ്പാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും വരുന്ന പോസിറ്റീവ് ചാർജും P ടൈപ്പിലുള്ള പോസിറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്തിട്ട് ഹോൾസ് Nലേക്ക് അതായത് ബേസിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ബേസിലെത്തുമ്പോൾ Pയിൽ നിന്നുള്ള ഹോൾസ് N ടൈപ്പിലെ ഇലക്ട്രോൺസുമായി കമ്പൈൻ ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. That is, holes from emitter cross over the base emitter junction and reach the base and they combines with the electrons present in the base. PNP ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും ആണ്. ഈ മെജോറിറ്റി കാരിയേഴ്സ് മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസുമായി കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് ബേസ് കറണ്ട്, ദാറ്റ് ഈസ് IB. അപ്പോൾ കുറേ ഹോൾസ് ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്തു. ബാക്കിയുള്ള ഹോൾസ് ബേസ് കളക്ടർ ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ട് കളക്ടറിൽ എത്തുന്നു. എമിറ്ററിൽ നിന്നും വരുന്ന ഈ മെജോറിറ്റി കാരിയേഴ്സിനെ എല്ലാം കളക്ട് ചെയ്യുക എന്ന ഫംഗ്ഷനാണ് കളക്ടർ ചെയ്യുന്നത്. കളക്ടർ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
സോ കളക്ടറിലെ പോസിറ്റീവ് ചാർജും ബാറ്ററിയിലെ നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. സോ റൈറ്റ് വേർഡ് ആക്ഷനിലാവും ഹോൾസ് മൂവ് ചെയ്യുക. ആൻഡ് ദ കറണ്ട് ഓൾവേസ് ഫ്ലോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹോൾസ്. ഹോൾസ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് കറണ്ടും ഫ്ലോ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഹോൾസ് എന്ന് പറയുന്നത് ഒരു അസംഷൻ മാത്രമാണ്. ഇലക്ട്രോൺസിൻ്റെ ആബ്സെൻസിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും റൈറ്റ് വേർഡ്സ് ആയിട്ടാണ് ഒഴുകുന്നത്. ബേസ് കറണ്ട് താഴോട്ടുമാണ് ഒഴുകുന്നത്. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആരോ മാർക്സ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് കാണിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. ഇനി NPN ട്രാൻസിസ്റ്ററിൻ്റെ കാര്യത്തിൽ നോക്കാം. ഈ NPN ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ എമിറ്റർ N ടൈപ്പാണ്. അത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയും രണ്ട് നെഗറ്റീവ് ചാർജും തമ്മിൽ റിപ്പൽ ചെയ്യും. ഇങ്ങനെ റിപ്പൽ ചെയ്ത ഇലക്ട്രോൺസ് എമിറ്റർ ബേസ് ജംഗ്ഷനെ ക്രോസ് ചെയ്തിട്ട് ബേസിലെത്തും. ഈ ഇലക്ട്രോൺസ് ബേസിലെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കുറേ ഇലക്ട്രോൺസ് താഴത്തേക്ക് ഒഴുകും. ഇലക്ട്രോൺസിൻ്റെ ഈ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. സോ ബേസ് കറണ്ട് ഐബിയുടെ ഡയറക്ഷൻ മുകളിലേക്കാവും. ഇനി ബേസിലെ ഹോൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് ബാക്കിയുള്ള ഇലക്ട്രോൺസ് കളക്ടറിലെത്തും. കളക്ടർ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് അവിടെ പോസിറ്റീവ് പൊളാരിറ്റിയാണ് ഉള്ളത്. സോ ഈ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് വീണ്ടും റൈറ്റ് വേർഡ്സ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് റൈറ്റ് വേർഡ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ICയുടെ ഡയറക്ഷൻ എങ്ങടാവും? ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. സോ ഇവിടെ ഇലക്ട്രോൺസ് എമിറ്ററിലെയും കളക്ടറിലെയും റൈറ്റ് വേർഡ് ഡയറക്ഷനിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഒഴുകുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് സെക്കൻഡ് ഫിഗർ. ഇവിടെ നമ്മളൊരു സർക്കിളിനുള്ള 3 ടെർമിനൽസ് ദാറ്റ് ഈസ് എമിറ്റർ, ബേസ്, കളക്ടർ വരച്ചിട്ടുണ്ട്. ഇതിൽ എമിറ്റർ മാത്രമാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. നമ്മൾ PNP ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു എമിറ്റർ കറണ്ട് ഫ്ലോസ് ടുവേർഡ്സ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. അതുകൊണ്ടാണ് ആരോ മാർക്ക് ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ. ഇനി ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഫിഗർ. ഈ രണ്ട് സിമ്പിളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ NPN ട്രാൻസിസ്റ്റർ എമിറ്റർ കറണ്ട് ഫ്ലോസ് എവേ ഫ്രം ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ. സോ ആരോ പുറത്തേക്കായിരിക്കും. ആരോ മാർക്ക് പോയിൻ്റ് ഔട്ട്വേർഡ്സ്. ഇങ്ങനെയാണ് ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾ. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ +2 പഠിച്ചതാണ്. ഒന്ന് റീഫ്രഷ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിൽ നമ്മൾ കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. എന്താണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂള്? ഒരു ജംഗ്ഷനിൽ എത്തുന്ന കറണ്ട് ആ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ടിന് ഈക്വലായിരിക്കും. ഇവിടെ നമുക്ക് ബേസിനെ ഒരു ജംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. സോ അതിലേക്ക് വരുന്ന കറണ്ട് IE എമിറ്റർ കറണ്ട് ആണ്. ആ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ട് ഏതൊക്കെ? ബേസ് കറണ്ട് ദാറ്റ് ഈസ് IBയും കളക്ടർ കറണ്ട് ദാറ്റ് ഈസ് ICU ആണ്. സോ നമുക്കത് എങ്ങനെ എഴുതാം? IE = IB + IC എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ എമിറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബേസിനെക്കാട്ടിലും കൂടുതലാണ്, കളക്ടറിനെക്കാട്ടിലും കുറവുമാണ്. സൈസ് ഓഫ് ദ എമിറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ബേസ് ബട്ട് ലെസ് ദാൻ കളക്ടർ. ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ്. സോ ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് വിൽ ബി ഹൈ. സോ ഒരു ട്രാൻസിസ്റ്ററിലെ 3 കറണ്ടുകളിൽ ഏറ്റവും വലിയ വാല്യൂ വരുന്ന കറണ്ട് എമിറ്റർ കറണ്ട് ആവും. നെക്സ്റ്റ്, ബേസ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ട് ഇൻ ദ ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് lightly doped,
So the number of charge carriers will be less. So base current is the least. Now collector is the largest part of the transistor. എമിറ്റർ കറണ്ടിലെ ഒരു ഭാഗം ബേസ് കറണ്ടായിട്ട് പോകുന്നുണ്ട്, ബാക്കിയാണ് കളക്ടറിലേക്ക് എത്തുന്നുള്ളൂ. സോ ദാറ്റ് ദ കളക്ടർ കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ബേസ് കറണ്ട് ബട്ട് ലെസ് ദാൻ കളക്ടർ കറണ്ട് ലെസ് ദാൻ എമിറ്റർ കറണ്ട്, ദാറ്റ് ഈസ് IE. ഇതിൽ ബേസ് കറണ്ട് എന്നുള്ളത് എമിറ്റർ കറണ്ടിൻ്റെ 5% മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി 95% കളക്ടർ കറണ്ട് ആവും. സോ വി ക്യാൻ റൈറ്റ് IC, that is collector current, is equal to 95% of IE. Base current IB is equal to 5% of IE. ഇനി ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ ആംപ്ലിഫിക്കേഷനാണ്. സോ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സിഗ്നൽ നമ്മൾ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്താണ്, അല്ലെങ്കിൽ ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇവിടെ ഫസ്റ്റ് ജംഗ്ഷൻ വരുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ റെസിസ്റ്റൻസ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. സോ വി നോ ദാറ്റ് ഓംസ് ലോ അനുസരിച്ച് V is equal to IR ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജും കുറവായിരിക്കും, കാരണം V is directly proportional to R ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കുറയുമ്പോൾ വോൾട്ടേജും കുറയും. ഇനി ഔട്ട്പുട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കളക്ടർ ബേസ് ജംഗ്ഷനിലാണ് ഉള്ളത്. ഈ കളക്ടർ ബേസ് ജംഗ്ഷനിലെ റെസിസ്റ്റൻസ് ഹൈ ആണെന്ന് നമ്മൾ കണ്ടു. സോ ഇവിടുത്തെ V ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജും ഹൈ ആയിരിക്കും. എന്ന് വെച്ചാൽ ആംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു സിഗ്നലായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഈ രീതിയിലാണ് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത്.